കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. I extend my greetings to each one of you in the incomparable name of our Lord and Savior Jesus Christ. വിശേഷാൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ദേശങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ജോ കുര്യൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, especially the servant of God, Dr. Joe Kurian, who is giving a leadership to the service of the churches of Church of God in this region. ഇന്ന് ഈ സെഷനിൽ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ബിജു ചെറിയാൻ, The servant of God who is chairing this session, Pastor Biju Cherian. എൻ്റെ സ്നേഹിതൻ ബ്രദർ ഡോണി തോമസും കുടുംബവും, My dear friend, Brother Donny Thomas and family, പ്രിയ മാമച്ചായൻ, Brother Mamachan, പാസ്റ്റർ ബിനോയ് ആൻഡ് പാസ്റ്റർ ബിജോയ്, Pastor Binoy and Pastor Bijoy, മറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ എല്ലാ കർത്തൃദാസന്മാരും അവരുടെ കുടുംബങ്ങളും, and all the servants of God who are ministering in Church of God and their dear families. അതുപോലെ ഗസ്റ്റ് പാസ്റ്റേഴ്സായി ഭാരതത്തിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, നിങ്ങളെ എല്ലാവരെയും ഞാൻ കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. Also the guest pastors who have come all the way from India to this land, I extend my greetings to you one and all. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ടീം അംഗങ്ങൾ, ദൈവദാസൻ, അവരെയും ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. I extend my greetings again to the servants of God who ministered and who led the worship service in an anointed manner. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Let's turn to the word of God for meditation. നമ്മുടെ തീമായിട്ട് പ്രിപ്പയർഡ് ബ്രൈഡ് എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. The theme that we have chosen for this is prepared bride. അതിനാധാരമായി എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളാണ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. And the key verses that are attached to this particular theme is Ephesians chapter 5 verses 26 and 27. എന്നാൽ ഞാൻ 25 മുതലുള്ള വചനങ്ങളാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. But I desire to read from verse number 25. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് താനെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. Verse number 25 to 27. Husbands, love your wives just as Christ also loved the church and gave himself up for her, so that he might sanctify her, having cleansed her by the washing of the water with word, and that he might present to himself the church in all her glory, having no spot or wrinkle or any such thing, that he should be holy and blameless. വളരെ ശ്രദ്ധയോടെ ഈ ദൈവാലോചനയിൽ ഇരിപ്പാൻ ഞാൻ കർത്തൃനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. I request you all to pay attention to the scriptures and the word that we will be hearing this evening. പ്രത്യേകിച്ച് യൗവനക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുവാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. Especially if there are young people seated here, I would like to ask you to very attentively listen to the message. ഈ കത്ത്, ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് 60-62 AD കാലഘട്ടത്തിൽ എഴുതിയതാണ്. And we know that Apostle Paul wrote this particular epistle around 60 to 62 AD. അദ്ദേഹം ഇത് ഒരു കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതുന്നത്. He is writing this from a jail or a prison. തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ താൻ പയനിയർ ചെയ്ത സഭയിലെ വിശുദ്ധന്മാർക്കാണ് ഈ കത്ത് എഴുതുന്നത്. This epistle is written to the people or the church that was established during his 3rd missionary journey. വേദപണ്ഡിതന്മാർ പൊതുവെ ഇതിനെ ലേഖനങ്ങളുടെ റാണി എന്നാണ് വിളിക്കുന്നത്. And the scholars often refer to this particular epistle as the queen of the epistles. ഈ ലേഖനത്തിന് നിങ്ങൾക്കറിയാം
6 അധ്യായങ്ങളുണ്ട്. And as you are aware, there are 6 chapters in this epistle. അതിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശപരമായ വിഷയമാണ്. And we see for first 3 chapters what we see is doctrinal matters or teachings. ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാരുടെ സമ്പത്തിനെ കുറിച്ചാണ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And the saints or the believers who are in Christ, the riches that is in store for them is mentioned in the first 3 chapters. ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവശാസ്ത്രപരമായ കാര്യമാണ്. And these are first 3 chapters are about the doctrinal matters in the Bible. ക്രിസ്തുവിൽ നാം ആരാണ്, Who we are in Christ, നമുക്ക് എന്താണ് ഉള്ളത് എന്നിവയിൽ ആണ് ഈ 3 അധ്യായങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. and it is key scriptures over here which mentions about what we can receive or what we are in Christ Jesus. എന്നാൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ But if we turn to chapter 4 to 6, ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാരുടെ ജീവിതമാണ് പരാമർശിച്ചിരിക്കുന്നത്. what is mentioned over here is the people, the saints in Christ, their life, how it needs to be is mentioned here. ലേഖനത്തിന്റെ ഈ 2ാം ഭാഗം എന്ന് പറയുന്നത് പ്രായോഗിക വശമാണ്, നമ്മുടെ ജീവിതമാണ് അതിനകത്തെ മുഖ്യ സന്ദേശം. The key message that comes out of the 4 to 6 chapters is about the practical aspects of a Christian believer. ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. And this is something that we need to pay careful attention to. ഉപദേശം മാത്രമല്ല, ഉപദേശത്തിലൂടെ ജീവിതം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. Not just the doctrines and teachings from the scriptures, but how you can transform and take it to practical aspects of a believer. ചില ആളുകൾ അറിയാതാണെങ്കിലും ഉപദേശമല്ല നമുക്ക് ആവശ്യം എന്ന ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. And some people maybe unknowingly would often say what we need is doctrine. അവരുടെ അറിവില്ലായ്മയാണത്. And it is ignorance. ഉപദേശം അത്യാവശ്യമാണ്. What we need is doctrinal teachings are പക്ഷേ important. ഉപദേശം മാത്രം പോരാ, അത് പ്രായോഗിക തലത്തിൽ ആത്മനിറവിൽ ജീവിക്കേണ്ടതാണ്. And only doctrines is not enough, but what we need to do is in the spirit-led manner, we have to practically apply what you have learned. ശരിയായ പ്രമാണവും ശരിയായ പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തിന് എഫേസ്യർക്ക് ഉള്ള ഈ ലേഖനം വളരെ അധികം ഊന്നൽ കൊടുക്കുന്നു. And in this particular epistle, there is great care given to about the doctrines that you need to follow, at the same time how we need to apply these doctrines in their lives. ദൈവശാസ്ത്രം പ്രായോഗികമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വാദിക്കുകയാണ്. And here Paul is arguing and saying that what we need to do is practically apply what you have received from the doctrines. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടാൻ നിൽക്കരുത്. And if someone says something, don't be immediately react to it. ചില ആളുകൾക്ക് എന്ത് പറഞ്ഞാലും കൈയടിച്ചു കളയും. And some people, no matter what you say, they are ready to clap their hands. ഒരല്പം പേരും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ പറയുന്നത് ബ്ലൈൻഡായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പതിവ് പലയിടങ്ങളിൽ കാണാറുണ്ട്. And we often see at certain places, if there is someone who is famous or popular, if he says whatever he says, people are ready to take it without any concern. ഉപദേശമുണ്ട്, അത് പഠിക്കേണ്ടതാണ്, അത് പഠിച്ചെങ്കിലേ ആത്മശക്തിയോടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ കഴിയുകയുള്ളൂ. Doctrines are important. We need to study that, we need to learn that, but we need to be taking that spiritually in our lives to practically apply it in our lives. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കടന്നു വരുന്ന ഈ സബ്ജക്റ്റ്, But especially the subject that we are looking at this evening. ഭർത്താവിന് ഭാര്യയെ വേണ്ട നിലയിൽ സ്നേഹിക്കണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഉപദേശം ആ ഭർത്താവിന് ശരിക്കും ബോധ്യമായിരിക്കണം. And husband has to know, if wives or husband have to love the wives, the teachings on the instructions have to be very clear to him. 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 33 വരെയുള്ള വചനങ്ങളിലാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്. And we see in the following verses what is applied to a family life there. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള കടപ്പാടുകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ
വളരെ വിശദീകരിച്ച് പറയുന്നത്. In a detailed manner, Paul is mentioning about the responsibility that wives to husbands and husband to wife needs to be there. ഞാൻ 22-ാം വാക്യം മുതലെന്നല്ല പറഞ്ഞത്, 21-ാം വാക്യം മുതൽ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. And we didn't say that verse number 22 onwards, but I said from 21 onwards, we have to carefully understand what it says. ഭാര്യമാരുടെ കടപ്പാട് ഒറ്റ വാക്കിൽ സബ്മിറ്റ്. And the responsibility of wives to the husbands, in one word you can say as submit. അപ്പൊ അതിനകത്ത് ഭാര്യ സ്നേഹിക്കരുതെന്നല്ല, അല്ലെങ്കിൽ സ്നേഹിക്കണമെന്നുള്ള പ്രയോഗം ഇല്ലല്ലോ എന്ന് ചിന്തിച്ചാൽ സബ്മിഷനകത്ത് അതും അന്തർലീനമായി കിടക്കുന്ന കാര്യമാണ്. And what we need to carefully understand here, you will say that there is no word love mentioned there, but in submission, love is internally part of it. ഭർത്താക്കന്മാരെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഒറ്റ വാക്കാണ് ലവ്. And one word that Paul speaks about the husband is love. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. There is one thing that we need to understand and accept. ക്രിസ്തുവും സഭയും തമ്മിലുള്ള സാദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൗലോസ് തൻ്റെ പ്രബോധനം നൽകുന്നത്. Here Paul is giving the teachings especially about the comparison of the husband and Jesus Christ. സഭയ്ക്ക് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? What did Jesus Christ do for the church? ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. And this is something that we need to understand in very clearly. ഈ ഞാൻ പറഞ്ഞ 21 മുതൽ 33 വരെയുള്ള വചനങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. I believe that verse number 21 to 32, these scriptures are very familiar to all who are seated here. കല്യാണങ്ങളിൽ പ്രധാനമായി ഉപദേശിമാര് പ്രസംഗിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. And this is a scripture or a portion where the preachers very often speak during the marriage ceremonies. മണവാളനും മണവാട്ടിയും ഇത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാവരും ഈ വചനങ്ങളാണ് അവർ ഉരുവിട്ടുകൊണ്ട് അവരുടെ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. Their preachings are often associated with these verses. Bride and bridegroom might not necessarily listen to this, but this is expected that they know from these scriptures. നമുക്കിത് വളരെ പരിചയമുള്ളതാണെങ്കിലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പിന്നെയും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. And though it might be a very familiar scripture portion, I request you all to carefully listen to this. 25 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. And verse number 25 to 27. ക്രിസ്തുവും സഭയും തമ്മിലുള്ള സാദൃശ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടുകൾ പൗലോസ് വിവരിക്കുകയാണ്. And here spilling out or speaking about the comparison of Christ and church, here Paul is expressing what responsibilities husbands to wife and wives to husbands needs to be there. ക്രിസ്തു തൻ്റെ മണവാട്ടിയോട് പ്രകടിപ്പിച്ച അസാധാരണമായ സ്നേഹത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. What we see from these scriptures is the love, that is extraordinary love that Christ had for the church, is what we read here. ഭർത്താക്കന്മാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. All husbands, please listen attentively. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ വെളിപ്പാടില്ലാത്ത ഒരു ഭർത്താവിന് ബൈബിൾ വിഭാവന ചെയ്യുന്നത് പോലെ ഭാര്യയെ സ്നേഹിക്കാൻ സാധ്യമല്ല. And someone who doesn't understand the relationship between Christ and the church, as Jesus Christ loved the church, he would not be able to love his wife as the Bible teaches. വളരെ ദുഃഖകരമായ കാര്യം നമുക്കെല്ലാം അറിയാം. ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആഴമായ ആത്മീക ബന്ധം അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ധാരാളം വിവാഹമോചനങ്ങൾ നടക്കുന്നത്. And the reason why many divorces take place during these days is because the deep relationship that Christ had to the church is not well known or well taught to the people. ദൈവത്തിൻ്റെ 2 സ്ഥാപനങ്ങളുണ്ട്. There are 2 institutions. ഒന്ന് കുടുംബം,
One is the family. മറ്റേത് സഭ. Second is the church. ഞാൻ ഒരു ലോക്കൽ ചർച്ചിലെ ഉപദേശിയാണ്. I'm a minister of a local church. എനിക്ക് ബോധ്യമായത് നിങ്ങളോട് ഞാൻ പറയാം. And what I've understood and realized, I would like to tell it to you. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ദൈവമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. And both these institutions God himself has established. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ദൈവത്തിന്റെ പുസ്തകമാകുന്ന ബൈബിളിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. And both of these institutions are revealed through the scriptures or the word of God. നല്ല ശതമാനം വിശ്വാസികൾക്ക് ഇത് രണ്ടിനെ കുറിച്ചുള്ള വെളിപ്പാടില്ല എന്നുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയാണ് എനിക്ക് ബോധ്യമായിരിക്കുന്നത്. And what I have realized is the majority of the believers don't have a clear understanding of both these institutions. അത് സാധാരണ പഠിപ്പിക്കാറുമില്ല. And often it is not taught. അതുകൊണ്ട് നമ്മുടെ സമൂഹം വളരെ വലിയ അപകടത്തിലാണ്. And that's why our community is in great danger. അതുകൊണ്ട് ഈ നമ്മുടെ ദിവസങ്ങളിലെ സെഷൻസിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ്. And during these sessions, what we are going to focus upon is the relationship between the church and Christ. ഈ ലേഖനത്തിൽ ഒരുപാട് സാദൃശ്യങ്ങൾ സഭയെക്കുറിച്ച് നമുക്ക് രേഖകൾ കാണുവാൻ കഴിയും. And there are many portrayals of the church that is mentioned in these scriptures. ദൈവത്തിന്റെ ഭവനമാണെന്ന് 2:19 കാണാം. And chapter 2 verses 19, it says it's a house of God. 5:23 5:30 ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് നമുക്ക് കാണാൻ കഴിയും. And 5:23 and 33 we see that the church is the body of Christ. 2:19 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ മന്ദിരമായി സഭയെക്കുറിച്ച് പരാമർശിക്കുന്നു. And 2:19 onwards, church is referred to as the holy temple of God. നമ്മൾ ഇപ്പോൾ കുറിവാക്യമായി എടുത്ത വചനങ്ങളിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമുക്ക് ദൈവസഭയെക്കുറിച്ച് പഠിക്കാൻ കഴിയും. And the key scriptures that we read today, we see church as the bride of Christ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ മണവാളനായിട്ടും സഭയെ മണവാട്ടിയായിട്ടും ചിത്രീകരിക്കുന്നു. And what is portrayed in the scriptures is Christ as the bridegroom and the church as the bride. കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് യോഹന്നാൻ 3:26 മുതൽ 29 വരെയുള്ള വചനങ്ങളിൽ കർത്താവിനെ ബ്രൈഡ് ഗ്രൂമായി സംബോധന ചെയ്തിട്ടുണ്ട്. And the one who came as a forerunner of Jesus Christ, John the Baptist, in chapter 3 verses 23 to 26, he refers to Jesus Christ as the bridegroom. മത്തായി 9:14-15 വാക്യത്തിൽ കർത്താവ് തന്നെ അവിടുന്ന് ബ്രൈഡ് ഗ്രൂം ആയിട്ട് പറയുന്നുണ്ട്. And Matthew chapter 9 verses 14 and 16 verses that Jesus Christ himself speaks about himself as the bridegroom. യേശു കർത്താവാണ് ആത്മീയ മണവാളൻ. And Jesus Christ is our spiritual bridegroom. സഭയാണ് മണവാട്ടി. And church is the bride. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്നാൽ ഞാൻ ഈ ടെക്സ്റ്റിൽ നിൽക്കുക, ഒരു സൂചന ഞാൻ തരാം. And let me give you a small hint of what I would like to share with you. നിങ്ങൾ അക്ഷരാർത്ഥത്തില് നമ്മുടെ ഇടയില് നമ്മൾ കല്യാണം കഴിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കുന്നു. ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് ആ വിവാഹ നിശ്ചയമൊക്കെ അടുക്കുന്ന സമയത്തും അതിന് ശേഷം കല്യാണത്തിന് മുൻപൊക്കെ എന്തൊരു പ്രേമമാണിത്. എപ്പോഴും ഞാൻ ഈ അടുത്തിടെ ഒരു കൊച്ചിനോട് ചോദിച്ചു, എത്ര തവണ വിളിക്കും? എപ്പോഴും വിളിക്കും. And most of us are married and some are getting married, but we often know the time where the engagement is done, and from the time before the marriage is going to be taking place, there'll be a lot of communication between to-be bride and the bridegroom. And pastor once asked, how often you talk? And she said, every day, every time I talk to him. അതാണ് നോർമൽ. And that is quite normal to have a lot of communication. അല്ലാതെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് വിളിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ അതിനകത്ത് കുഴപ്പമുണ്ട്. And after the engagement, if there is no communication or calling each other, then there is something wrong. നിങ്ങളും ഞാനും മണവാട്ടിയാണ് എന്ന് ഏറ്റു പറയുമ്പോൾ ശരിക്കും ഈ മണവാളനുമായിട്ട് അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടോ? And if we call ourselves as the bride of Jesus Christ, truly do we have that kind of a relationship with Christ Jesus? അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. It's something that we need to check.
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറേ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആത്മമണവാളനെ കർത്താവ് എല്ലാവരും ഒന്ന് സ്വതന്ത്രം ചെയ്യ, അപ്പോഴത്തേക്ക് കുറച്ച് വൈബ്രേഷനൂടെ അതിനകത്ത് കൊടുക്കും. അങ്ങനെ പോവുക. ഇതിൻ്റെ റിയൽ അർത്ഥം എന്താണ്? We are not getting into the depth of things. Hallelujah. Many a times some things are fed into our minds and we often react and we say hallelujah with little bit of vibration. But what is the depth of these matters? We don't truly get it. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞിട്ട് 25-ാം വാക്യം. And what I gave you as a summary or introduction to verse number 25. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ആദ്യം ഒന്ന് വായിക്കാം. I would like to read the English version of this particular verse. Husbands, love your wives just as Christ loved the church and gave himself up for her. Hallelujah. ഈ വാക്യം ഞാൻ വായിക്കുന്നത് ഇംഗ്ലീഷിൽ വായിച്ചതിന് ഒരു കാരണമുണ്ട്. There is a reason why I read this particular scripture in English. മലയാളത്തിൽ അത് അങ്ങനെയല്ല കാണുന്നത്. And what we read in Malayalam translation is slightly different. മലയാളത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ച ആ അർത്ഥം വരണമെങ്കിൽ 25-ാം വാക്യവും 27-ാം വാക്യത്തിൻ്റെ അവസാനത്തെ വാക്കുകളും കൂടെ ചേർത്തെങ്കിലേ മതിയാകത്തുള്ളൂ. And if you want to find out the true meaning what is expressed in English translation in Malayalam, then we'll have to take verse number 25 and the last part of verse number 27. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എന്നിട്ട് 27-ന്റെ 2-ാം ഭാഗം തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. And gave himself up for her. And verse number 25, the last part, it says, gave himself up for her. എന്നാൽ മലയാളത്തിലെ ഈ പുതിയ സമകാലിക വിവർത്തനത്തിൽ ഈ ഇംഗ്ലീഷിലെ അതുപോലെ തന്നെ പറയുന്നുണ്ട്. But in the latest contemporary translations, what is mentioned in English, the same translation you can find in Malayalam. ഭർത്താക്കന്മാരെ, ക്രിസ്തു സ്വന്തം ജീവൻ നൽകി സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. Husbands, love your wife just as Christ also loved the church and gave himself up for her. ഇതിനാ ഞാൻ പറഞ്ഞത് അറ്റൻറ്റീവ് ആയിരിക്കണം, ബൈബിൾ തുറന്നു നോക്കണം. അല്ല നമ്മളിങ്ങനെ കാഷ്വൽ റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാകില്ല. We have to be very attentive. And that's why I mentioned that you have to read the scriptures very attentively. If you read it casually, you will miss some things. 25-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. And verse number 25, the first part of it. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. Just as Christ loved the church. 25-ാം വാക്യം, 28-ാം വാക്യം, 33-ാം വാക്യം, ഇവിടെയെല്ലാം the husbands are exhorted to love their wives. And verse number 25, verse number 27, 28 and 32, here the husbands are exhorted to love their wives. ഇത് പ്രസന്റ് ഇംപെരറ്റീവിലാണ് എഴുതിയിരിക്കുന്നത്. അർത്ഥം ഇതൊരു കൽപ്പനയാണ്. അത് എന്നും തുടർമാനമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. It is written in present imperative form, which means you have to continually love your wives. അല്ലാതെ ആഴ്ചയിലുടനീളം വഴക്കുണ്ടാക്കിയിട്ട് ഞായറാഴ്ച കർത്തൃമേശയുണ്ട്, എടി എന്തെങ്കിലും ഉണ്ട് അങ്ങ് ക്ഷമിച്ചു തരും കേട്ടോ എന്നും പറഞ്ഞ് പോകുന്ന പോക്കല്ല. എല്ലാ ദിവസവും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അതാണ് മോഡൽ. അതുപോലെ സ്വന്തം ഭാര്യമാരെ സ്നേഹിക്കുക. The key model that is mentioned over here is continual love of husbands to wife, not just 5 days where you have fight with each other, on 6 days and 7 days say please forgive me and go back to the same way, but in a continual manner of love between husband and wife. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന മൂലഭാഷയിലെ വാക്ക് നമുക്കറിയാം. നമുക്ക് എല്ലാം അറിയാമെന്നുള്ളതാ വേറൊരു പ്രശ്നം. And there is a problem that we know everything. The root word that Paul mentioned here, we know that as well. മൂലഭാഷയിൽ സ്നേഹത്തിന് ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്ന അഗപ്പയോ എന്ന പദപ്രയോഗമാണ്. And in the key or the Greek words, the language, the key word that is used there is agapeo. അനേക ആളുകൾക്ക് ഈ വാക്കിന്റെ ഇന്റൻസിറ്റി അറിഞ്ഞുകൂടാ. And many people don't understand the intensity of this particular word. ഇതാണ് ഏറ്റവും തീവ്രവും ദിവ്യവും ത്യാഗപൂർണമായ സ്നേഹം. And this is the most divine and sacrificial and intense kind of love. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നമ്മുടെ കർത്താവിനേക്കാൾ അധികം
നൽകാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. And the love that is mentioned over here, no one is there like Jesus Christ. അഗപ്പയോ എന്ന വാക്കിന്റെ അർത്ഥം നിസ്വാർത്ഥമായ സ്നേഹം. And word agapeo, love, that means that sacrificial love. തിരിച്ച് ഈ വ്യക്തി സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ പ്രശ്നമല്ല. Just keeping on loving. And unconditional, just keep loving without even looking at if the other person loves you back or not. അങ്ങനെ ഒരു ഭർത്താവ് സ്നേഹിക്കണമെങ്കിൽ ആത്മനിറവ് കൂടാതെ it is impossible. And if a husband has to love a wife in such a manner without the infilling of the Holy Spirit, it is impossible. ഈ ആത്മനിറവ് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വിടാതെ സൂക്ഷിക്കാം. ഈ ആത്മനിറവ് പോലും വേർപെട്ട സമൂഹത്തിൽ they are limiting their understanding to just clapping hands. And even when we speak about infilling of the Holy Spirit, in often our communities, what is limited to is clapping our hands. നല്ല ആരാധന ഇന്ന് ചൂടായി. ഇത് മാത്രമാണ് ആത്മനിറവെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. And often it is misunderstood that we had a very good time of worship. That is what is infilling of the Holy Spirit. See, ഈ ടെക്സ്റ്റ് 25 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിച്ചു. അത് വാസ്തവത്തിൽ എഴുതിയിരിക്കുന്നത് 5:18 ആ ഒരു സെക്വൻസിലാണ്. അവിടെയാണ് ആ ടെക്സ്റ്റ് വരുന്നത്. ആത്മനിറവ്, ആത്മാവിൽ നിറയപ്പെടുക. കണ്ടിന്യൂസ്ലി എ പേഴ്സൺ ഹു ഇസ് നോട്ട് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് cannot live this supernatural life. Hallelujah. And what we read here is verse number 25, but that continues from verse number 18, where infilling of the Holy Spirit is required. Without having this infilling of the Holy Spirit, the husband cannot love the wife as mentioned here. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ച ആ ഒരു ദൂത് നമുക്ക് ഉൾക്കൊണ്ട് പ്രായോഗിക തലത്തിലാക്കുവാൻ നമുക്ക് സമർപ്പിക്കണം. And today we have to receive and submit ourselves in the same way as Christ loved the church. We have to love our wives. We have to learn the learnings from what we read here by being filled by the Holy Spirit. ക്രിസ്തു സഭയെ സ്നേഹിച്ചു. And Christ loved the church. അപ്പൊ ചോദ്യം ഇതാണ്, എങ്ങനെ സ്നേഹിച്ചു? And there is a question that comes after this is, how did he love the church? 27 വാക്യത്തിന്റെ അവസാന ഭാഗം. And if we turn to verse number 27 and the last part of it. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. And he gave himself up for her. ക്രിസ്തുവിന്റെ മണവാട്ടിയോടുള്ള സ്നേഹത്തിന്റെ ത്യാഗപരമായ സ്വഭാവം നിർവചിക്കാനാണ് ഈ പ്രയോഗം. And the key words that is what we see over here is the husbands have to show the same kind of love where Christ loved the church, which is a sacrificial kind of love. Christ giving himself up. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തൻ്റെ മണവാട്ടിയോടുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമായ സ്നേഹത്തെ കാണിക്കുന്ന ഒരു പ്രയോഗം. And the words that expresses over here is the sacrificial love of Christ, where Christ gave himself up for her. ശ്രദ്ധിക്കണം, സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിയും, സൈദ്ധാന്തികമായി ഒരുപാട് കാര്യങ്ങൾ പറയാം, കാവ്യമായിട്ട് പോയട്രി കൊണ്ട് എഴുതാം, ലവ് ലെറ്റർ കൊടുക്കാം, ടെക്സ്റ്റ് ചെയ്യാം. ഇതിനൊക്കെ അപ്പുറത്താണ് റിയൽ ജെനുവിൻ സ്നേഹം. പ്രായോഗികമാണ്. He gave himself up. And that real genuine love is a practical love. You can often teach about love. You can send text messages. You can have love letters sent. But the practical kind of love is much more deeper than it. ഇതാണ് ക്രിസ്തു പ്രദർശിപ്പിച്ച സ്നേഹം. And that is what Christ demonstrated the love. വാചാലമായി ഭർത്താക്കന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാം. And by words, the husbands can express a lot of things to wives. നിന്നെ കൂടാതെ ജീവിക്കാനൊക്കത്തില്ല, നീ ഭയങ്കര സുന്ദരിയാ, മാറ്റതാ മറിച്ചതാ എന്ന് വേണ്ട ഒരുപാട് കാര്യം പറയാം. The husband can say many things to wife. I cannot live without you. You are so beautiful. A lot of words could be shared with the wives. മയിൽക്കുറ്റി പോലെ ഇരിക്കുന്നേ നല്ലത് വല്ലപ്പോഴും വല്ലതും പറയുന്നതാണ്. And
sometimes he speaks. That is important, just like a milestone. പക്ഷേ റിയൽ ജെനുവിൻ സ്നേഹം പ്രായോഗികമാണ്, നോട്ട് ജസ്റ്റ് ഇൻ ടോക്ക്. But real, genuine love is something that you practically express. It is not something just that you share with words. കർത്താവ് തന്നെ തന്നെ കൊടുത്തു മണവാട്ടിക്ക് വേണ്ടി. And here Christ Jesus gave himself up for her, the bride. ഇതാണ് സുവിശേഷത്തിന്റെ, ഇതാണ് ബൈബിളിന്റെ ഏറ്റവും കാതലായ സെന്റർ മെസ്സേജ്. And this is the most central message of the gospel. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. I thought about this bit more. കർത്താവ് ഒന്നും പിടിച്ചു വെച്ചില്ല. He did not hold anything back. He gave himself. Christ did not hold anything back for himself. He gave himself up for her. ഇതാണ് ultimate sacrifice. And this is the ultimate sacrifice of Christ Jesus. ഇവിടെ നാം ക്രിസ്തീയ സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവിലാണ് നിൽക്കുന്നത്. And we are looking at the central message of the gospel. ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ ത്യാഗപൂർണമായ സ്നേഹത്തിന്റെ മനോഭാവം ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭർത്താവിന്റെ ചിന്താഗതിയുടെ കേന്ദ്ര ബിന്ദുവായിരിക്കണം. And this should be the central focus where husbands love the wife just like Christ gave himself up for her. This should be central for husbands. ക്രിസ്തു സഭയെ സ്നേഹിച്ചു. Christ loved the church. എങ്ങനെ സ്നേഹിച്ചു? How did he love the church? തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. And he gave himself up for her. ശ്രദ്ധിച്ചോ നിങ്ങളത്? Did you understand that carefully or little attention? ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിച്ചത് വണ്ടിയും വീടും തന്നല്ല. He gave himself. The Christ loved the church by giving himself, not by giving house or car. നൈമിഷികമായി നിലനിൽക്കുന്ന മാത്രം, ഇന്ന് കണ്ട് നാളെ പാടിപ്പോകുന്ന ഇഹലോകത്തിലെ കുറെ പരിപാടികൾ തന്നല്ല ക്രിസ്തു മണവാട്ടിയെ സ്നേഹിച്ചത്. ക്രിസ്തു മണവാട്ടിയെ സ്നേഹിച്ചത് He gave himself. And Christ did not love the church with momentary things or things that will fade away tomorrow, but he gave himself up for her. ആധുനിക പ്രസംഗികൾ ഈ മർമ്മപ്രധാനമായ സന്ദേശത്തെ വെള്ളം ചേർത്തുകൊണ്ട് ജനത്തെ വഴിതിരിക്കുകയാണ്, ജനത്തെ അന്ധരാക്കുകയാണ് എന്ന കാര്യം ഈ സന്ദേശത്തിന്റെ ആദ്യ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. Let me call out in the first night. Today many modern preachers are diluting the key message that is mentioned here, adulterating it and misleading the people of God. യേശുവിനെ നമ്മുടെ ഭൗതികമായ സ്വപ്നങ്ങൾ മാത്രം സാക്ഷാത്കരിക്കുന്ന ഒരാളായി കാണുന്നത് നമ്മുടെ സ്വർഗീയ മണവാളന് അപമാനമാണ്. And it is an insult to our heavenly Father or heavenly Christ Jesus when we look at Jesus Christ as someone who only gives material blessings. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. Would you pay attention to this? നിങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ പലരും ഇവിടെ വന്നവരുണ്ട്. I know many of you people have come from Gulf regions. സാധാരണഗതിയിൽ പണ്ട് കാലത്ത് ഒരു 30 വർഷമൊക്കെ മുമ്പ് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. And I would like to mention something that you would have understood. Maybe 30 years ago this was common. 2 വർഷമായി ഭർത്താവ് നാട്ടിൽ വന്നിട്ട്, and it has been 2 years that husband has come to our native place. ഭാര്യയും മക്കളും നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. And remember, wife and the children are staying alone in the home state. വരുന്നതിന് മുമ്പ് അവര് എഴുത്ത്, അന്ന് ഡിജിറ്റൽ ഒന്നുമല്ല, എഴുത്തെഴുതി ഐ ആം കമ്മിങ്, ഇത്ര സമയത്ത് ഈ എയർപോർട്ടിൽ വരുന്നു, വണ്ടി വിടണം, ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ നടന്നു വന്നിരിക്കട്ടെ. And imagine there is a lot of communication that has happened between the husband and the wife, that this is the time I am coming, this airport as I am coming, and send the car, etc, etc. ഭാര്യയും പിള്ളേരും എല്ലാം ഭയങ്കര എക്സൈറ്റഡാ. And the wife and the kids are very excited to see their father. അച്ഛൻ വരുന്നു, and our husband is coming. അങ്ങനെ ആ ദിവസം വന്നു. And the day has arrived. ഭാര്യയും മക്കളും പോയില്ല, പക്ഷേ കാറ് വിട്ടു. അങ്ങനെ കാറിൽ അച്ചാച്ചനിതാ വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നു. The wives and the kids did not go to the airport. Here the husband has finally come to the house. അച്ചാച്ചൻ കതക് തുറന്നിറങ്ങി ആ വണ്ടിക്കാരന്റെ വണ്ടിക്കൂലി കൊടുത്തോണ്ടിരിക്കുക. And husband is giving the fare to the car, the rental car. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഭാര്യയും പിള്ളേരും എവിടെ അവര്?
അവര് ഡിക്കിയിലാ പിടുത്തം. And as soon as the husband turns around after paying the fare, he's looking for his wife and kids. Where they are, they're looking and searching in the dicky of the car. അതിനാ ഡിക്കിക്കകത്ത് What is there in the dicky of the ഡിക്കിക്കകത്താണ് car? പെട്ടിക്കകത്താണ് പെർഫ്യൂം, പെട്ടിക്കകത്താണ് സാരി, പെട്ടിക്കകത്താണ് ടോയ്സ്, പെട്ടിക്കകത്താണ് കഴിക്കാനുള്ള കാര്യം. അപ്പൊ അച്ചാച്ചനെ സ്നേഹിക്കുന്നത് ഇതിനു വേണ്ടിയാ. And if that's the case, the wife and the kids, they're looking for all good things they can find in the baggage and luggages and everything. Why they are loving the father or the husband is for all these material blessings. ഇതല്ലയോ ഇന്ന് കുറെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി വേണം, PR വേണം, പിള്ളേരെ കെട്ടിക്കണം, പിള്ളേരുടെ അഡ്മിഷൻ, ഇതിനപ്പുറത്തൊന്നുമില്ലേ? ഇല്ല, ഇത് തന്നില്ലേ ഞങ്ങൾ പണങ്ങും. And what we are looking for often in today's time as well is material blessings, or kids have to be married off, or visa problems and other issues. These are the things that we need to be sorting അത് out. നല്ലപോലെ കളിപ്പിക്കാൻ കുറെ ആളുകളുമുണ്ട്. And there are ആ വിസായുടെ മണ്ടയ്ക്കുള്ള കാർമേഘ പടലങ്ങൾ ഇതാ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെ നീ ആരാധിക്കുക അപ്പം നിനക്ക് കിട്ടും. പാവം പിടിച്ച സഹോദരിമാരെല്ലാം കൂടെ കൈയിട്ടടിച്ചുള്ള ഊപ്പാട് വരും. Many preachers are misleading the people like that. You have to clap your hands, you have to worship, God will give you all that is needed, and people are clapping their hands without any limit. What is true love? But what is true love? Christ gave himself for his bride. Christ gave himself for his bride. മെറ്റീരിയൽ കാര്യം കിട്ടത്തില്ലെന്നല്ല പറഞ്ഞത്. And I didn't say that you will not get material blessings. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ചിലർ പറയും അതോടുകൂടി എല്ലാം കിട്ടുമെന്ന്. അങ്ങനല്ല വാക്യം. ഇതൊക്കെ കിട്ടും. ഉണ്മാനുള്ളത്, കുടിക്കാനുള്ളത്, ധരിക്കാൻ, ബേസിക് നെസസിറ്റീസ്. And many a times we say, first seek ye first the kingdom of God, and all these things you will get. It is not mentioned like that, but all the basic necessities would be fulfilled. ഇനി ശ്രദ്ധിക്കണം. And pay attention കാതലായ now. കാര്യം പറയാൻ പോവാ. And the key message I would like to share. All the youngsters, I plead with you to listen to me carefully. Youngsters, please pay attention now. ക്രിസ്തു സഭയെ സ്നേഹിച്ചു. And Christ loved the church. എങ്ങനെ സ്നേഹിച്ചു? How did he love the church? തന്നെത്താൻ ദൈവസഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. He gave himself up for the church. ആ വാക്ക് ഏൽപ്പിച്ചു കൊടുത്തു പരിചിതമായ ഒരു പ്രയോഗമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? And what is the meaning of this word that he gave himself? ഞാൻ കുറെ മോഡേൺ ട്രാൻസ്ലേഷൻസ് നോക്കി, അതൊന്ന് വായിക്കാം. I looked at certain modern translations. I'd like to read that for you. And you husbands, show the same kind of love to your wives as Christ showed to the church when he died for her. Hallelujah. Another translation for husbands, this means love your wives just as Christ loved the church. He gave up his life for her. അപ്പൊ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം in death he gave himself up. And what is the meaning of the word? It says that he gave himself up, that he in death he gave himself up for her. മോഡേൺ മലയാളം തർജ്ജിമകൾ അവൾക്കായി സ്വയം അർപ്പിക്കുകയും ചെയ്തതുപോലെ. And in the modern Malayalam translation, as he offered himself up. വേറെ ഒരു പ്രയോഗം, ക്രിസ്തു സ്വന്തം ജീവൻ നൽകി സഭയെ സ്നേഹിച്ചതുപോലെ. As Christ loved the church or the church by giving his own life. Christ loved the church. Christ loved the church. How did he love the church? How did he love the church? He gave himself up. He gave himself up for her. Oh, what does that mean? What does that mean? He died for the church. He died for the church. ത്യാഗപൂർണമായ ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് ആ വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. And what we see is the sacrificial love of our Lord Jesus Christ. ഗലാത്യലേഖനം 1:3 And Galatians chapter 1 verses 3. അതിന്റെ രണ്ടാം ഭാഗം മാത്രം. And the second part of it. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. And for our sins he gave himself up for us. അപ്പൊ പാപങ്ങൾ നിമിത്തമാണ് കർത്താവ് മരിച്ചത്. നമ്മുടെ പാപങ്ങൾ നിമിത്തം കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. And if that's the case, he died for our sins. For our sins he gave himself up for us. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി
തന്നെ നൽകാൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കൊണ്ട് സാധിക്കണമെന്ന് പിതാവാം ദൈവം ആഗ്രഹിക്കുകയും അതിനായി പദ്ധതിയിടുകയും ചെയ്തു. And verse number 3 and 4 it says, grace to you and peace from God our Father and the Lord Jesus Christ, who gave himself up for our sins that he might rescue us from the present evil age according to the will of the God and Father. ഗലാത്യലേഖനം 2:20. And Galatians chapter 2 verses 20. Because of time constraint, അതിന്റെ രണ്ടാം ഭാഗം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. And the second part of it, but Christ lives in me, and the life that I have in him is not by flesh, but who loved me and gave himself up for me. മണവാട്ടി സഭ ഇത് അറിയണം. And the church, the bride has to know this. നമ്മളെ അങ്ങനെ സ്നേഹിക്കാൻ അത്ര കൊള്ളുന്നവരല്ലായിരുന്നു. And we were not so good to be loved. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, while we were yet sinners, മത്സരികളായിരിക്കുമ്പോൾ തന്നെ, when we were competing, ദൈവത്തെ അറിയാതെ നടന്ന കാലത്ത് തന്നെ, and when we were again away from our God, നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. and he loved us and gave himself up for us. അല്ലാതെ നമ്മളെല്ലാം നല്ലവരായിരുന്നിട്ടോ ഒന്നുമല്ല. Not because we were good and we were good people. നമ്മളിൽ ആരും നല്ലവരല്ലായിരുന്നു. And none of us were good. അത് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് നമ്മൾ ഏതാണ്ട് സംഭവമാണെന്ന്. And maybe we think or misunderstand that we are someone good. വേദപുസ്തകം അങ്ങനെയല്ല നമ്മളെ കുറിച്ച് പറയുന്നത്. But Bible does not refer to us in such manner. നമ്മളെല്ലാരും കൊള്ളരുതാത്തവരാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. Bible very clearly states that people we were gone astray. അതാണ് ക്രിസ്തുവിന്റെ അപാര സ്നേഹം. And this is the true or great love of Jesus Christ. നമ്മൾ വിക്കഡായി, റിബല്യസ് ആയി, സിൻഫുൾ ആയി നടക്കുമ്പോഴും അവിടുന്ന് നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. And while we were yet sinners, we were rebellious, we had gone away from him, yet he gave himself up for us. തന്നെത്താൻ അവൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആരും നിർബന്ധിച്ചതല്ല. Voluntarily he gave himself up. And he gave himself up for us. It is not by force, but he voluntarily gave himself up for us. അത് മനസ്സിലാക്കാൻ, And in order to understand this, ഫിലിപ്പ് ലേഖനം, and if you turn to Philippians 2 അധ്യായം chapter 2, അതിന്റെ 6 മുതൽ 8 വരെയുള്ള വചനം വായിക്കാം. and verse number 6 to 8, ഇത് ഹെവി തിയോളജിയാണ്. and it's a very heavy theology. ശരിക്കും ഇതിനെ കാർമൻ ക്രിസ്റ്റി എന്നാണ് പറയുന്നത്. It's often called as Carmen Christi. It is possible that it's a poem that was well known at that time when Paul was writing. അതാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. And it is possible at that time while Paul was writing, there was a popular poem, and that's what Paul is writing here. എങ്ങനെയാണ് തന്നെത്താൻ ഏൽപ്പിച്ചത്? How did he give himself up for us? ഞാൻ എന്തിനാണെന്ന് വരെ പറഞ്ഞു, പക്ഷേ എനിക്ക് അതിന്റെ വിശദീകരണം തരാനുണ്ട്. I have to give a bit more explanation of why and how he loved us. തന്നെത്താൻ ഏൽപ്പിച്ച് സ്നേഹിച്ചു. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോൾ പറയുന്നു 6 വാക്യത്തിൽ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. And verse number 6 it says, Paul is mentioning it, the love that he had for the Christ had for the church, that who although existed in the form of God, he did not regard equality with God and that could be grasped. പിതാവും പുത്രനും തുല്യരാണ്. Father and son is at equal level. ആ ഷെയർഡ് ഗ്ലോറി, ഇന്നലത്തെ നിത്യത മുതൽ പുത്രനുണ്ട്. അത് മുറുകെ പിടിച്ചുകൊള്ളാതെ വണ്ണം അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ വരികയാ. And he didn't hold on to the equality that Jesus Christ had with God. He didn't hold on to it. He left it and came to the earth. വന്നില്ലായിരുന്നെങ്കിലോ, what would have happened if he hadn't come? There would be no church. And there would be no church if he hadn't come. ഭൂമിയിലുള്ള സകല മനുഷ്യരും would go to hell. And every person on the face of this earth would have gone to hell. അവിടുന്ന് ചിന്തിച്ചില്ല, why should I go? And you would think that why should I go? അവിടെ കുറെ ആളുകളുണ്ട് ജീവിച്ചു മരിച്ച് അവർ നരകത്തിൽ പോട്ടെ, ഈ മഹത്വം വിട്ട്
why should I go? അവിടുന്ന് ചിന്തിച്ചില്ല. He gave himself. And he gave himself up for the church. He had all the glory. Why should he leave the glory? But he gave himself up for us. ആ സ്റ്റെപ്പ് 2 കണ്ടോ? And did you understand the step 2 of this? 7-ാം വാക്യം. Verse number 7 it says, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. and it says that he emptied himself, taking the form of a bond servant and being made the likeness of men and found in the appearance of man. കന്യകാ ജനനമെന്ന അപാര അത്ഭുതത്തിലൂടെ, And through the virgin birth, the amazing miracle, ദൈവത്തിന്റെ പുത്രൻ took on humanity. and the Son of God took on humanity. ലോകത്തിൽ അങ്ങനെ വേറെ ഒരാളില്ല. And there is no one comparable to Jesus, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ. and complete God and fully man. കന്യകാ ജനനത്തിലൂടെ നമ്മുടെ ചിന്തകൾക്ക് അതിനെ ഒന്നും കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. And we'll be unable to comprehend by the virgin birth Jesus came to ഈ this earth. സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ വരുമ്പോൾ അവിടുത്തേക്കറിയാം ഈ ആളുകൾ പരിഹസിക്കും, ഈ ആളുകൾ നിന്ദിക്കും, ഈ ആളുകൾ ഒറ്റപ്പെടുത്തും, ഇവർ താടി വലിച്ചു പറിക്കും, ഈ ഫരീസയന്മാർ ശാസ്ത്രിമാർ ഇവരെല്ലാം കളിയാക്കും. He knew it very well and yet he came. And he came to this earth even though he knew that he would have to suffer. People will mock him, people will ridicule him, people will despise him, yet he came to this earth. അവിടുന്ന് ഒരു നിമിഷത്തേക്ക് no. Why And for a should I moment, go? Why should I go? എന്നിട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായിരുന്നു? We would spend the rest of eternity in hell. and what would have happened if he had not come to the earth? We would have spent our life, our eternity in hell. പക്ഷെ തന്നെ കുറിച്ച് ചിന്തിക്കാതെ But he didn't consider himself, ആ സ്വർഗീയ മഹിമകളൊക്കെ താൽക്കാലികമായി മാറ്റിവെച്ച് and he kept aside the heavenly glory, ഈ താണഭൂമിയിൽ മനുഷ്യനായി വന്ന് and he took the form of a man and came onto this 33 earth. തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചു. And without any sin he lived for 33 and a half years. എന്നിട്ട് അതിന്റെ അവസാനം 8-ാം വാക്യം, ആ സാക്രിഫിഷ്യൽ ലൈഫ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. And verse number 8 it says that he humbled himself by becoming obedient to the point of death, even death on the cross. He gave himself. He gave himself. അതെല്ലാവരും ഇന്ന് രാത്രി മനസ്സിലാക്കണം. And tonight every person seated here should understand. എന്തിനാണ് ഇങ്ങനെ തന്നെ താൻ കൊടുത്തത്? And why did he give himself for us? ഞാൻ വാക്യങ്ങൾ വായിച്ചു, നമ്മുടെ പാപം നിമിത്തമാണ് കൊടുത്തത്. And I gave you the words, because of our sins he came. ഞാൻ ബെഗ് ചെയ്യാൻ നിങ്ങളോട് ഇനി ശ്രദ്ധിക്കാൻ. And I beg you that you pay attention to what I'm saying. മനുഷ്യരാശിക്ക് എന്തു പറ്റി? And what happened to the human race? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യം. And Genesis chapter 2 verses 16 and 17. ദൈവം ഒറ്റ കൽപ്പന മാത്രമാണ് ആദമിന് കൊടുത്തത്. And there was only one commandment that God gave to എന്നാൽ Adam. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ you die. And you should not eat from the tree of the fruit of good and evil. The day when you eat, you will die. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യം. Genesis chapter 3 verses 6 to 9. സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചു. And serpent by deception brought down Eve. വിലക്കപ്പെട്ട ഫലം കഴിച്ചു. And what was not supposed to be eaten, she ate. ആദമിനും അത് കൊടുത്തു. And she gave it to Adam as well. Listen to me very carefully. Pay attention to what I am saying. ദൈവം പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള ഊഷ്മള ബന്ധം was broken. And the relationship and the connection that God had with man was broken. Young girls and boys, listen to me tonight. And young boys and girls, listen carefully to what I am saying. മനുഷ്യന് പറ്റിയ പ്രശ്നം എന്താ? And what was the problem or the challenge that man Romans faced? chapter 5 Romans chapter 5 verses 1 to 12. verses 1 to 12 we read. The sin of Adam was imputed to mankind. അവൻ ചെയ്ത പാപം നിമിത്തം
സന്താനങ്ങൾ ഉണ്ടാകുന്നത് മുഴുവനും a sinful nature അവരിൽ വന്നു. All are condemned, they are sinners. The sin was imputed through Adam's sin, and all were condemned. All became sinners through birth. 5-ാം അധ്യായം 12-ാം വാക്യം. And verse chapter 5 verses 12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. And therefore, just as through one man sin entered the world, the death through sin, and so death spread to all men because all sinned. ഞാൻ വ്യക്തിപരമായ ആളുകളോട് ഒരു സുവിശേഷം പറയുന്ന ആളാണ്. And I'm a person who personally share gospel with people. ഞാൻ കടയിൽ കയറിയാൽ വാഹനത്തിക്ക് എവിടെ ആരെ കണ്ടാൽ I tell them the gospel. And wherever I see people in a car or wherever, I share the gospel with them. ഒരിക്കൽ തിരുവല്ലയിൽ ഒരു കടയിൽ ചെന്ന് I started speaking the gospel. And once I went to a shop in Tiruvalla, I started to speak the gospel I to said him. we are all sinners. And I said we are all sinners. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞത് കേൾക്കണോ? And do you know what that person replied? നിങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. And the kind of sin that you are mentioning, that kind of sin I have not done. ഇതാണ് ഒരുപാട് പേര് And ചിന്തിച്ചിരിക്കുന്നത്. this is what many people think and It is imagine. because they do not know what the Bible says. And that is because they do not know what the Bible says. Romans chapter 3 verse 10. And Romans chapter 3 verses 10 it says, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. there is none righteous, not even one. Romans 3:23. Romans 3 chapter 23 ഒരു verse 23. വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. All have sinned and fallen short of the glory of God. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ you are also a sinner. And Pentecostal person, if you are not saved, then you are also a sinner. ദശാംശം കൊടുക്കുന്നതുകൊണ്ട് ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. And just because you give tithe, you are not ചാരിറ്റി accepted. കൊടുക്കുന്നതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. Just because you do charity work, you are not accepted. You are a sinner because Adam sinned. And you become a sinner because Adam sinned. All the youngsters must get this clear in your hearts. And every youngster should understand what I'm saying. Your father may be a pastor. Your father may be a pastor. അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കാം. And maybe he's a center pastor. അല്ലെ കൃപാവരപ്രാപ്തനായിരിക്കാം. And maybe he's gifted by the Holy നീ Spirit. രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ you are a sinner and the wrath of God is on you. And if you are not saved, then in the sight of God, you are a sinner and wrath of God is upon you. അമ്മാമേ അച്ചായനൊക്കെ ഈ ഉരുട്ടിപ്പരട്ട് നടക്കുന്നുണ്ടല്ലോ, ഈ കാപട്യം കളിച്ച് നടക്കുന്നത്, ചുമ്മാതങ്ങ് ബെന്തിക്കോസിൽ കയറി ഇതൊന്നും രക്ഷപ്പെടത്തില്ല. ഒന്നാമത് മനസ്സിലാക്കണം, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ. ആ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല. I am a sinner, damned to go to hell. And remember, many people are misunderstood and go astray. But remember, by not receiving Christ, you are a sinner and you are condemned to go to hell. ദൈവം ഒരു പാപിയും വെറുതെ വിടത്തില്ല. And God is not going to let leave a single sinner. റോമാലേഖനം 6:23 പറയുന്നത്, And Romans chapter 6 verses 23 it says, പാപത്തിന്റെ ശമ്പളം മരണമാണ്. the wages of death, wages of sin is death. എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്ഥിതി. And a state where man forever is separated from ദൈവത്തിന്റെ God. നീതിയിൽ he will punish every sinner. And according to the righteousness of God, he will punish every sinner. ഇതിന് ദൈവം ഒരു കാര്യം വെച്ചു. And there is one thing that God kept. Listen to me very carefully. Listen to me what I am saying. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൂടെ കാണും. I would have 10 more minutes to share with you. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. And please pay attention. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അയ്യോ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ? And imagine you go to God and say, forgive me, Father. God, will he forgive you? Why should Jesus give himself up? And why should Jesus give himself up? എന്തിന് ഈ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞു വരണം? Why he has to leave the heavenly glory and come to this earth? എന്തിന് ദാസരൂപം എടുക്കണം? Why he has to take the form of a bond servant? എന്തിന് മൃഗീയമായി അടിയേക്കണം? Why he has to be beaten up in such രണ്ട് manner? കള്ളന്മാരുടെ നടുവിൽ മൂന്നാടുകളുടെ മേൽ എന്തിന് യാഗമാകണം? Why he had to become a sacrifice between two sinners, between two thieves? Why he had to become a ഞാൻ sacrifice? ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. And there's something that I've asked many people. സ്നേഹിത, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? Dear friend, my friend, what is the need for this? ദൈവം അങ്ങ് ക്ഷമിച്ചാ പോരെ?
God can forgive, that's enough. ഇവ ചിലര് തലയാട്ടുന്നു, ശരിയാണല്ലോ. And some people are shaking their hands and accepting and saying yes. ഞാൻ കുറെ ഉപദേശിമാർക്കൊരു സ്റ്റഡി എടുക്കാൻ ഒരിടത്ത് പോയി. And once I went to teach certain pastors. ഉച്ച കഴിഞ്ഞ ഒരു സെഷൻ എനിക്ക് കിട്ടി. And I got a session to minister after afternoon time. ഉറക്കം ഉപദേശിമാരെ അലട്ടുമെന്നുള്ളത് എനിക്കറിയാം. And I know very clearly that this is the time that people might fall asleep. അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ഇട്ടു കൊടുത്തു. And that's why I asked the question to these pastors. കർത്തൃദാസന്മാരെ, Servants of God, എന്തിനാ ഈ ക്രൂശ്? why do we need cross? എന്തിന് യേശു തന്നെ താൻ ഏൽപ്പിച്ചു? Why did Christ give himself up for us? അയ്യോ, ദൈവം നമ്മളോട് ക്ഷമിച്ചാൽ കാര്യം സോൾവ് ആകത്തില്ലേ? And if God forgives us, would that not solve the problem? അവരുടെ ഉറക്കം മാറി. And they were no more feeling asleep. അവര് കൂട്ടമായിട്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. And they started to sit together and discuss the matters. എന്നിട്ടൊരു ഉപദേശി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു. And there was one servant of God who stood up and said, അത് ശരിയാ പാസ്റ്ററെ, എന്തിനാ ഈ ക്രൂശം? and that is right, pastor, why do we need the cross? എങ്ങനെയുണ്ട്? How is it? ഞാൻ ആശുപത്രിയിൽ കുറെ നാൾ മുമ്പ് കടന്നു. And I was in the hospital for some അവിടെ period of time. ഞാൻ മിക്കവാറും എനിക്കൊരു നിയോഗമുള്ള ആളുകളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. And even though I was in the hospital, as I felt, I was sharing the gospel with people. പെന്തിക്കോസ്തുകാരി ഒരു നഴ്സ് മോള് വന്നു. And there was a Pentecostal girl who came to me. അവള് സ്നാനപ്പെട്ടോളാ. And she was baptized. ഞാൻ അവളോട് സുവിശേഷം പറഞ്ഞു. I shared the gospel with her. ഞാൻ ചോദിച്ചു, മോളെ യേശു എന്തിനാ ഈ ലോകത്തിൽ വന്നത്? And I asked the question, why did Jesus came to this earth? മണിമണിയായി തത്ത പറയുന്നവര് പറഞ്ഞു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. And she said it very clearly, it is that for our sins that Christ came to this earth. ഞാൻ ചോദിച്ചു, മോളെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു എന്തിനാ മരിക്കുന്നത്? And for our sins, why did Jesus die? അല്ല, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? That's what is written in the Bible. അല്ല, ഞാൻ പറഞ്ഞു, മോളെ അറിയാൻ വേണ്ടി ചോദിക്കുക, എന്തിനാ യേശു മരിക്കേണ്ട കാര്യം? And why Jesus has to die? ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ലേ? And God will forgive us. I will tell you, you pastors, if you don't teach your flock, you are answerable before God. Our pastors, you need to be teaching your flock. If not, you are answerable before God. ഒരുപാട് ഉപദേശിമാർ രക്ഷിക്കപ്പെട്ടവരല്ല. And many ministers or the preachers or പലരും pastors are not saved. സ്നാനപ്പെട്ടവരാ, പക്ഷേ രക്ഷിക്കപ്പെട്ടവരല്ല. Many are baptized, but they are not saved. അവര് ചിന്തിക്കുന്ന സ്നാനത്തിനകത്ത് രക്ഷയുണ്ടെന്ന. And some people think that through baptism they are saved. ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന ദുരുപദേശമാണത്. And that is baptismal regeneration. That is a misteaching or false teaching. യേശു സ്നേഹിച്ചു, Jesus മണവാട്ടിയെ സ്നേഹിച്ചു. Jesus loved the bride, the ആ church. സ്നേഹം ത്യാഗപൂർണമായ സ്നേഹം. And that love was a sacrificial love. തന്നെത്താൻ ഏൽപ്പിച്ചു. And one who gave himself up for us. അതിന് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞു. And he left this heavenly glory. താണഭൂമിയിൽ വന്നു. He came onto this earth. ദാസനായി. And he became a bond servant. ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചു. And he was obedient to the point of death on the cross. എന്തിനാണ് ഈ ക്രൂശിലെ മരണം? Why do you need the death on the cross? ഞാൻ ബൈബിൾ വാക്യം വായിച്ചു. അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. I read the scriptures, that is for our sins, I said. ഞാൻ അന്നേരം റേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് why. And the question I raise now is why. Listen to me carefully. Listen to me. ഇത് ദയവായിട്ട് നിങ്ങൾ കേൾക്കണം. And please listen to me carefully. രക്ഷിക്കപ്പെടാത്തൊരു രക്ഷിക്കപ്പെടണം. And if you are not yet being saved, that you have to be saved tonight. വർഷമായി ബെന്തിക്കോസിൽ സ്നാനപ്പെട്ട് കൈ ആഞ്ഞടിക്കും, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. And you might be 30 years into Pentecostalism, but you are not saved. ഞങ്ങളുടെ ചർച്ചിൽ രമ്യ എന്ന പേരുള്ള, she is a qualified teacher. And there is someone called Ramya in our church. She's a qualified teacher. ഞങ്ങളുടെ ചർച്ചിൽ വരാൻ കാരണം കല്യാണം കഴിച്ചു വന്നതാ. And she came because she got married to a person in our church. അവള് കൈയടിച്ച് അന്യഭാഷയിൽ ആരാധിക്കുന്നവളാ. And she's a person, she claps her hands and worships in spirit. ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ഞാൻ ഒരുത്തൻ ഇങ്ങനെ കളവൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. And one person was preaching in our church. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. And she didn't like it. Everyday word, what is this? And she started to ask questions every day, why? പക്ഷേ ഭർത്താവ് വളരെ നയപരമായി സ്നേഹത്തിൽ കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. But husband very carefully in a calm manner handled the matter. ഇങ്ങനെ കുറെ മാസം പോയി. And some months passed by. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു this is going what the family is going through. And I was not aware of what was the family going through. ഒരു ദിവസം ഒരു യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ നോക്കി, ആ കുട്ടി
അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. And one youth meeting was taking place on a particular day, and that female was sitting at one place. എൻ്റെ ഉള്ളത്തിൽ വന്നു just to ask her, മോളെ ഇന്നൊരു സാക്ഷ്യം പറയാമോ? And I asked her, I felt it in my heart that I should ask her, would you share a testimony? അവൾ സമ്മതിച്ചു, yes. And she was ready to share the testimony. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. And I was not sure what she was about to say. പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ സദസ്സ് ഞെട്ടിപ്പോയി. But as soon as I heard it, we, including all in the church, were shocked. പറഞ്ഞത് ഞാൻ കൈയടിച്ച് അന്യഭാഷ പറയുന്ന ആളാണ്. ഇവിടെ വന്ന് വചനം കേട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. And this is what she said. I'm a person who claps my hand and worship, but when I listened to the word after coming here, I was saved. ചതിവിലാകരുത്. Don't be in deception. ചതിവിലാകരുത്. Don't be in deception. ഈ സ്നേഹം ഉള്ളിൽ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? Have you understood and tasted the love of Jesus Christ? He gave himself. He gave himself. അതിന്റെ കാരണം അല്ലാതെ പിതാവിനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. The reason is without which God the Father cannot accept or receive you. അതിന്റെ കാരണം എന്താ? What is the reason behind it? ദൈവം നീതിമാനായ ന്യായാധിപനാണ്. Because God is a righteous judge. He must judge sin. And he must judge sin. He will not wink at sin. And he will not wink at sin. അത് സാരമില്ല, UK-യിൽ ഏറ്റവും കൂടുതൽ പൈസ ഇരുന്ന അവരുടെ മോളല്ലേ, പോട്ടെ. ദൈവമില്ല, അങ്ങനെ ചെയ്യത്തില്ല. God will not compromise with sin. He is a person who gives a lot of money. It's all fine. That daughter is okay. Let's compromise. No. YPIക്ക് പാട്ടുപാടി ഫസ്റ്റ് പ്രൈസ് കിട്ടി, you can still go to hell. And you might be getting the first prize in singing in YPE. Understand the gospel. Understand the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുക. And you need to understand the love of Christ. You need to understand the gospel. ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണം. And you need to understand the nature of God. നാണയത്തിന്റെ ഒരു വശം. And look at the side, one side of the coin. നീതിയുള്ള ന്യായാധിപനാണ്. And he is a righteous judge. അവിടുന്ന് ഉറപ്പായി ശിക്ഷിക്കും. And for sure he will judge. ശിക്ഷ നരകമാണ്. And the judgment will result in hell. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ നാണയത്തിന്റെ മറുവശം. And the other side of the coin, the nature of God. സ്നേഹമാണ്. God is love. മനുഷ്യൻ പാപിയായതുകൊണ്ട് മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കോപം. And because man was sinful, the wrath of God came upon man. ദൈവം ഇവനെ പണിഷ് ചെയ്യും. And God will surely punish man. പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇവനെ വീണ്ടെടുക്കണം. And by the love of God, love of Christ, he can be redeemed. ദൈവം ദൈവത്തിന്റെ കോപത്തിൽ നിന്നാണ് മനുഷ്യനെ വിടുവിക്കുന്നത്. And God is redeeming man from the wrath of God. അതുകൊണ്ട് വെറുതെ ക്ഷമിക്കാൻ ഒക്കത്തില്ല. And that's why he cannot be forgiven easily. അവനെ ശിക്ഷിച്ചേ മതിയാകൂ. And he has to judge. അങ്ങനെയാണ് ദൈവത്തിന്റെ ജ്ഞാനം ക്രൂശിൽ വെളിപ്പെടുന്നത്. And that's how the wisdom of God is revealed on the cross. ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു. God sent his son to this earth. 33 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചു. Without any sin he lived for 33 and a half years. അതിന്റെ അവസാനം രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 ആടുകളുടെ മേൽ യാഗമാകുന്ന സമയത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. And there is an incident that is taking place when he was between the 2 robbers, when he was on the nails on the cross. 2 കൊരിന്ത്യർ 5:21. And 2 Corinthians chapter 5 verses 21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. And he became sin for us, that he one who knew no sin, he became the righteousness of God in him. നമ്മുടെ പാപത്തെ പിതാവാം ദൈവം പുത്രന്റെ മേൽ ചുമത്തി, imputed it. The sins of the mankind, of all our sins, was imputed upon Christ. Father put it upon Christ. എന്നിട്ട് നമ്മളെ ശിക്ഷിക്കേണ്ടതിന് പകരം the wrath of God fell on Jesus Christ. And in place where we were supposed to be punished, the wrath of God fell on Jesus Christ. ക്രൂശിലെ 7 മൊഴികളിൽ 4ാമത്തെ മൊഴി ഇതാണ്. And after the 7 sayings on the cross, the 4th one says such. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ട
കൈവിട്ടതെന്ത്? My Father, why have you forsaken me? സ്നേഹം മനസ്സിലായോ? Have you understood the love of God? സ്നേഹം മനസ്സിലായോ? Have you understood the love of ഒന്നും God? പിടിച്ചു വെക്കാതെ നമ്മുടെ പാപം തന്റെ മേൽ ചുമന്ന് എന്നിട്ട് നമുക്ക് കിട്ടേണ്ട ശിക്ഷ he is taking, absorbing the wrath of God. The sin, the punishment that we were supposed to take, he is taking it upon himself, the wrath of God. 1 യോഹന്നാൻ 4:10. And 1 John chapter 4 verses 10. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, And it's not that we love God, അവൻ നമ്മെ സ്നേഹിച്ചു, and he loved us. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. And it is the true love that is for the atonement of our sins. He sent his son for us. പ്രായശ്ചിത്ത മരണം, And the atonement of sins, പ്രായശ്ചിത്തം, appeasing the wrath of God. and appeasement of the wrath of God has to happen. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ കാര്യം. And this is the key message from the gospel. പക്ഷേ എനിക്ക് എങ്ങനെ സുവിശേഷത്തോട് പ്രതികരിക്കണമെന്ന് ഇപ്പോൾ പറയാൻ സമയം അനുവദിക്കുന്നില്ല. I don't have enough time to share with you how we need to react. സൂചന തരാം. I will give you a hint. ലോകത്തിന്റെ പാപത്തിന് വേണ്ടി For the sins of the people and the mankind, ദൈവപുത്രനായ യേശു കർത്താവിന്റെ സാക്രിഫിഷ്യൽ ലവ് ക്രൂശിൽ പ്രദർശിക്കപ്പെട്ടു. and the love of Christ was demonstrated on the cross by his sacrificial death. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടത്തില്ല. And that's why not everyone would be For saved. God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. For God so loved the world that whoever believes in him shall not die or perish but have everlasting life. അവിടെ ഒരു വാക്കുണ്ട്. There is a word that is mentioned there. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, And one who believes in the വിശ്വസിക്കാത്തവന് begotten Son, നിത്യജീവൻ ഇല്ല. one who doesn't believe in Christ, he doesn't have eternal life. God on his part has done everything for our salvation. God on his part has done everything for our salvation. അതിന് യേശുവിൽ വിശ്വസിച്ചാൽ മതി. And for that, all you have to do is trust and believe in Christ. ചിലരതങ്ങ് ഊന്ന് വിശ്വസിക്ക് ബ്രദറെ. And some people say, believe. അല്ല എന്തുവാ വിശ്വസിക്കണ്ടേ? What would you believe? കഥ അറിയാതെ ആട്ടമാണ്. And without understanding the story, you are dancing. 10ാം ക്ലാസ്സിലുള്ള പിള്ളേരെ എല്ലാം കൂടെ പൊക്കി ഞാൻ പറയുന്ന വാക്യമൊക്കെ അതുപോലെ പറഞ്ഞോണം. ഇന്ന് മുതൽ യേശുവിനെ സ്വീകരിച്ചു, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും രക്ഷിക്കപ്പെട്ടു, അടുത്ത ഞായറാഴ്ച സ്നാനമുണ്ട്. ഇവനെ മുക്കിപ്പൊക്കിയാൽ ഇവൻ എന്താ ഗുണം? And if someone is just made to repeat the confession, and if you give baptism to that person, what is the benefit from it? ഈ പെന്തിക്കോസ്തുകാർക്ക് എന്തു പറ്റി? What happened to the Pentecostals? മടങ്ങി വാ വചനത്തിലേക്ക്. And you have to come back to the word of God. സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. You have to come back to the gospel. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിക. Repent and turn to God. വിശ്വസിക്കണം. And you have to believe. വിശ്വാസം തന്നെ 2 ടൈപ്പാ. There are 2 types in belief. സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ഉണ്ട്. There is something that is superficial faith. സേവിംഗ് ഫെയ്ത്ത് ഉണ്ട്. Second is the saving faith. ഞാൻ ദൈവഹിതമെങ്കിൽ നാളെ അതല്പം ഞാൻ സൂചിപ്പിക്കാം. If God willing, I would share with you some bits ഇപ്പോൾ on it. ഞാൻ നിർത്താൻ പോകുക. At this point, I would like to stop. പെന്തിക്കോസിൽ പോയി സ്തോത്രാഴ്ചയും കൊടുത്ത് ദശാംശവും കൊടുത്ത് പാട്ടും പാടി ജമ്പ് ചെയ്ത് ഞാൻ ജമ്പ് ചെയ്ത് അതുകൊണ്ട് ദൈവം എന്നെ സ്വീകരിക്കും. No! And just because you go to the church, you worship, you clap your hands, you jump up and down, you give the tithes, You have God are not saved. rejected the love of God. But you have rejected the love of God. What is the love? What is love? He gave himself up. He gave himself up. നമ്മുടെ പാപത്തിന് വേണ്ടി. And for our sins, He died as a substitution. and he died as a substitution for നമ്മുടെ us. പകരക്കാരനായിരുന്നു. And he became a substitution for us. ഇത് മനസ്സിലാക്കിയിട്ട് And after understanding this, യേശു ക്രിസ്തുവിൽ അർപ്പിക്കുന്ന ആശ്രയത്താലാണ് you are justified by a holy God. and you are justified by holy God by putting trust, by understanding what Christ has done for you on the cross. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, അതാത് സ്ഥാനത്ത് നിൽക്കാം. And can we all rise upon our feet? We'll close our eyes. ഹല്ലേലൂയ. Hallelujah. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Let every eyes be closed. 5 മിനിറ്റോടെ മാത്രമേ എടുക്കുകയുള്ളൂ. I'll take another 5 minutes. 5 മിനിറ്റോടെ എടുക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ Let അടച്ചാട്ടെ. every eyes be closed.
താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവി എല്ലാം തൻ കൈലൻ ഓർത്താൻ ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം. ഒരു പ്രാവശ്യം കൂടി ഈ ചരണം പാടാം, നമുക്ക് ചേർന്നൊന്ന് പാടാം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ഇത് വളരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കണം. People must be born again tonight. അതാണ് യോഗത്തിന്റെ വിജയം. The victory of this conference is people need to be born again tonight. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവി എല്ലാം തൻ കയ്യിൽ എത്ര ധന്യമേ ലോക ജീവിതം. എത്ര ധന്യ ഈ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമാ അനാഥനല്ല ഞാൻ, ചേർന്ന് പാടിക്കാട്ടെ. അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമാ താൻ വാഴയാ ആകുലമില്ല ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. കണ്ണടച്ച് തല വണക്കണ്ട, കണ്ണു തുറന്ന് നേരെ ഇങ്ങോട്ട് നോക്ക്. Would you open your eyes and look into me? ഒരു ട്രിക്കും ടെക്നിക്കും ഒന്നും വേണ്ട. There is no trick or technique. Young boys and girls, you heard the gospel. Young boys and girls, you have heard the gospel. മനുഷ്യൻ പാപിയാണ്. Man is sinful. അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ you're a sinner. And while the child is in the mother's womb, you're a sinner. And because you're a sinner, after she gives birth to you, you commit sin. And because you're a sinner, you commit sin. അതെന്താ ഇങ്ങനെ സംഭവിച്ചത്? Why did such a thing happen? Adam's sin is imputed to mankind. Adam's sin is imputed to mankind. The sinful nature is in every one of us. And sinful nature is in every one of us. Good works will not save us. Good works will not save us. Those who are justified must have good works. And those who are justified must have good works. But good works will not save us. But good works will not save us. It is faith in Jesus Christ. It is faith in Jesus Christ. How to have faith? How to have faith? Number one, we must know the truth. We must know the truth. Sinful ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം ദൈവത്തിൻ്റെ പുത്രനെ അയച്ച് നമ്മുടെ പാപം യേശു തമ്പുരാന്റെ മണ്ടക്കിട്ട് നമ്മളെ ശിക്ഷിക്കേണ്ടതിന് പകരം ജീസസിനെ ശിക്ഷിച്ചു. And while we were sinners, Jesus Christ, upon him, our sins, our punishment was put upon Jesus. While we were supposed to be punished, he was punished in our place. ഇതാണ് വചനം പറയുന്നത്. And this is what the scripture says. ഇതാണ് യേശു ചെയ്ത. He gave himself up for us. And this is what Jesus did, that he gave himself up for us. ഇത് വിശ്വസിക്കാൻ തയ്യാറാണോ? Are you ready to believe this? അങ്ങനെയാണെങ്കിൽ നമ്പർ 1, repent. എനിക്കൊരു പാപിയായി ജീവിക്കണ്ട.
And the first thing that you need to say is to repent. I will turn from my sin towards Christ. I would turn away from my sins to Christ. He loves you. He loves you. ആ ലവിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ക്രോസ്. And the demonstration of love is what we see on the cross. Look at me. Pay attention, please. ഞാൻ ഈ മൈക്ക് കർത്താവിന്റെ ദാസൻ ബിജു പാസ്റ്ററുടെ കൈ കൊടുക്കുകയാണ്. I'm just about to share the mic or give the mic back. പക്ഷേ ഇന്ന് രാത്രിയിൽ But tonight, വർഷം എത്ര ആകട്ടെ പെന്തിക്കോസ്തിൽ വന്നിട്ട്, no matter how many years you have spent in being a Pentecostal, I didn't know this truth. but I didn't know this truth. എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. I was not aware of this. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുന്നു. കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. I commit myself in the hands of God. I trust and believe in Jesus. നാണം കെടണ്ട, ഒട്ടും നാണിക്കണ്ട. സ്നാനപ്പെട്ടതായിരിക്കാം, പക്ഷേ are you willing to say I respond to the love of Jesus? But are you willing to say that I respond to the love of Jesus? That needs to be no എൻ്റെ shame. സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത ജീസസിൽ I believe. I believe in Jesus Christ who died for me, who was buried, who ascended into heaven, and I believe and trust in അത് him. വിശ്വസിക്കുന്നവരുടെ കൈ കർത്താവ് കാണട്ടെ. And those who believe, let their hands be visible to God. ഒരുപാട് പേരുടെ, ഞാൻ എല്ലാവരുടെയും അല്ല, if you have never believed like this before, അങ്ങനെയുള്ളവരുടെ കൈ, യെസ്, അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വേറെ എത്ര, ഐ താങ്ക് ഗോഡ് ഫോർ ദോസ് പീപ്പിൾ. ഒരു ലജ്ജയും വേണ്ട, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. There should be no shame. I believe in Jesus Christ. Those who truly believe, not those who have thought they have believed, but those who truly believe, raise their hands and thank him. പെന്തക്കോസ്ത് അല്ല നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. It is not Pentecostals or Pentecostal group or community that saves us. ഏക രക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. The only Savior is the Lord Jesus Christ. ദൈവസന്നിധിയിൽ വായ തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. And would you open your mouths and praise His holy name? ഒരുപാട് പേര് കരമുയർത്തി അവർ വാ തുറന്ന് പറയണം, വാ തുറന്ന് I saw the love of God in Christ tonight and I respond positively. കർത്താവേ, അവിടുന്ന് എന്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. വായ തുറന്നത് പറഞ്ഞാട്ടെ. Come on, കണ്ണുകൾ അടച്ച വായകൾ തുറന്ന് പറഞ്ഞാട്ടെ. Open your mouth and speak out and say, Lord, I receive you as my master and Savior. You are my Savior. I receive your master. Thank you, Jesus. Hallelujah.